ഇന്ന് പലർക്കും സംശയമാണ്, സ്വർഗമൊക്കെ ഉണ്ടോ? OPM എന്നൊക്കെ പറയത്തില്ലേ, മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതമെന്നൊക്കെ പറഞ്ഞ പല ആൾക്കാരുമില്ലേ. ചിലർ ചോദിക്കും, ചിലർക്ക് ഈശോയിൽ വിശ്വാസമാണ്. അപ്പോൾ ചോദിക്കും, ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സ്വർഗം ഉണ്ടെന്നൊക്കെ? അല്ലെങ്കിൽ എവിടെയാണ് ബൈബിളിൽ സ്വർഗത്തെക്കുറിച്ചുള്ള സൂചന കിടക്കുന്നത്? സ്വർഗത്തിന്റെ ഡെഫിനിഷൻ എന്താണ് ഈ സ്വർഗം എന്നൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങളില്ലേ. അവിടെയാണ് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യത്തിന്റെ സിഗ്നിഫിക്കൻസ്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. എൻ്റെ കർത്താവ് തമ്പുരാൻ എനിക്ക് മുമ്പേ പോയി എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് സ്വർഗം. കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ? അവൻ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലും വിശ്വസിക്കുക. ഈ ഭൂമിയിലെ ജീവിതം മാത്രം ജീവിച്ച് തീർന്നു പോകരുത് നമ്മൾ. നമുക്ക് ജീവിതത്തിനൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. ആ കണ്ടിന്യൂവേഷന്റെ പേരാണ് സ്വർഗമെന്ന് മനസ്സിലാക്കണം.